നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോൺ ഒരു അത്യാവശ്യ ഘട്ടത്തിന് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് കൈമാറാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ മറ്റൊരാൾക്ക് കൈമാറുക എന്നത്. അതിലെന്തെങ്കിലും രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നതുകൊണ്ടൊന്നും അല്ല കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് നമ്മുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യതയിൽ ഒരാൾ കൈകടത്തുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത ഒരു സംഭവമാണ്. എന്നാൽ ചില ആളുകളോട് നമുക്കിത് തുറന്നു പറയാം, നിനക്ക് മൊബൈൽ തരില്ല കേട്ടോ എന്ന്. പക്ഷെ ചില ആളുകളോട് നമുക്ക് തുറന്നു പറയാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് കൊടുക്കാനും വയ്യ, കൊടുക്കാതിരിക്കാനും വയ്യ എന്ന സാഹചര്യത്തിലായിരിക്കും പലരും ഉണ്ടാകുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഈ കാണിക്കുന്ന ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ വളരെയധികം പ്രയോജനം ചെയ്യും. അതായത് മൊബൈലിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യാത്ത രൂപത്തിൽ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഇത് വോളിയം കൺട്രോൾ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാൾപേപ്പർ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ ഷേക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സെൻസർ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാം. അങ്ങനെ പല മെത്തേഡുകളും ഇതിൻ്റെ അകത്തുണ്ട്. ഇതൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നേരിടുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. ഇതെങ്ങനെയൊക്കെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് തുടർന്ന് കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും. അത് ആവശ്യമില്ല, നമുക്ക് ഡോൺ അലോ കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ എവിടെയെങ്കിലും കാണിക്കും. അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം അത് ഓഫിലായിരിക്കും ഉണ്ടാകുക. അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. ബാക്ക് വന്നു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുകളിൽ നമുക്ക് ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും. ആദ്യത്തെ ടാബ് ഷേക്ക് എന്നാണ്. നമുക്ക് മൊബൈൽ ഷേക്ക് ചെയ്തുകൊണ്ട് മൊബൈലിൻ്റെ ഡിസ്പ്ലേ ലോക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് തുറക്കാനും സാധിക്കും. ഇവിടെ പ്രോക്സിമിറ്റി എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് സെൻസർ ഉപയോഗിച്ച് സെൻസർ ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ലോക്ക് ആകും. അതുപോലെ തന്നെ ലോക്ക് തുറക്കാനും സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ഇനി അടുത്ത ഓപ്ഷൻ അപ്സൈഡ് ഡൗൺ എന്നാണ് കാണിക്കുന്നത്. നമുക്കിങ്ങനെ മുകളിൽ നിന്നും താഴേക്ക് ഡൗൺ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സ്വൈപ്പ് ചെയ്തുകൊണ്ടൊക്കെ നമുക്ക് ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തത് ഹാർഡ് കീസ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോളിയം കൺട്രോൾ ഉപയോഗിച്ച് നമുക്ക് ഡിസ്പ്ലേ ലോക്ക് ചെയ്യാനും ലോക്ക് തുറക്കാനും ഒക്കെ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ക്യാമറ കീ ഉപയോഗിച്ച് അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ താഴെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് കീ അൺലോക്കിംഗ്, അതായത് അത് എല്ലാ മൊബൈലിലും വർക്ക് ചെയ്യില്ല എന്ന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ലോക്ക് ഡിസൈൻ, അങ്ങനെ ഒരുപാട് ഓപ്ഷനുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ലോക്ക് സിസ്റ്റം ഷേക്ക് ചെയ്തുകൊണ്ട് ലോക്ക് ചെയ്യുന്നതാണ്. അത് നമുക്കൊന്ന് തിരഞ്ഞെടുക്കാം. അവിടെ ഞാൻ തിരഞ്ഞെടുത്തു. ഇവിടെ ഏറ്റവും മുകളിൽ ഷേക്ക് ലോക്കിംഗ് എന്ന ഭാഗമുണ്ട്, എനബിൾ ചെയ്യുക. ഷേക്ക് അൺലോക്കിംഗ് എന്ന ഭാഗവും എനബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഷേക്ക് സെൻസിറ്റിവിറ്റി എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾക്കിവിടെ താഴെ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ലോക്ക് ഡിസൈൻ എന്ന് കാണുന്നുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് എംപ്റ്റി ആയിട്ടാണ് കിടക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവർ തന്നെ നൽകുന്ന വാൾപേപ്പേഴ്സ് കാണാൻ സാധിക്കും. ഇനി നമ്മുടേതായിട്ട് തന്നെ ഒരു വാൾപേപ്പർ ഇവിടെ സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ തന്നെ ഒരു വാൾപേപ്പർ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം. ഞാനിപ്പോൾ ബാക്ക് വന്നിട്ട് ഈ ഒരു ഭാഗം, ഏത് ഭാഗമാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് വേണ്ടത് അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും ആ ആപ്ലിക്കേഷനിൽ തന്നെ പോകാം. എന്നിട്ട് ഇവിടെ കസ്റ്റം ലോക്ക് ഡിസൈൻ എന്ന ഭാഗം സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ ആഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറി ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാൾപേപ്പർ കാണാം. ഈ ഒരു വാൾപേപ്പർ തന്നെ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ലോങ് പ്രസ് ചെയ്യാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ ഇത് സെലക്റ്റഡ് ആകും. ടച്ച് ചെയ്തു, സെലക്റ്റഡ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പാസിറ്റി നമുക്ക് കൂട്ടാനും കുറക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അതിനുശേഷം ഇവിടെ ഇൻഡോ മാർക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സംഭവം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ബാക്ക് വന്നു കഴിഞ്ഞാൽ ആ എംപ്റ്റി ഭാഗത്ത് ഇവിടെ ആ ഒരു വാൾപേപ്പർ വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്പ്ലേ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആരെങ്കിലും മൊബൈൽ ചോദിച്ചു കഴിഞ്ഞാൽ മൊബൈൽ എടുത്തിട്ടൊന്ന് ഷേക്ക് ചെയ്താൽ മതി, ഇത് മൊത്തത്തിൽ ലോക്കാവും. ഷേക്ക് ചെയ്തു. ഇനി എങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാകുകയില്ല. കണ്ടോ,
അപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത ആ ഒരു വാൾപേപ്പറാണ് ഇതിൻ്റെ മുകളിലുള്ളത്. അതുകൊണ്ട് എവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാലും ഡിസ്പ്ലേ വർക്കാകാത്ത പോലെ ഫീൽ ചെയ്യും. ഓക്കെ, വർക്കാകുകയില്ല. ഇനി നമുക്ക് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, മൊബൈൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് വർക്കാകില്ല. ലോക്ക് തുറന്നു കഴിഞ്ഞാലും ഇത് വർക്കാകുകയില്ല. ഇതാ ലോക്ക് ഞാൻ തുറക്കുകയാണ്. എന്നാലും പഴയതുപോലെ തന്നെ ഡിസ്പ്ലേ ഹാങ് ആയതുപോലെ ഇങ്ങനെ തന്നെ കിടക്കും. ഇനി നമ്മുടെ കയ്യിൽ മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. കൃത്യമായിട്ട് ഡിസ്പ്ലേ വർക്കാവും. ഇതാ നോക്കിയോ, കൃത്യമായിട്ട് ഇത് വർക്കാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നിരന്തരമായിട്ട് ചോദിച്ച് ശല്യപ്പെടുത്തുന്നവർക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് കൊടുത്താൽ മതി. ഇതിൽ തന്നെ പല ട്രിക്കുകളും ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് അത് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ഡിസ്പ്ലേ ലോക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി. അവർക്കൊരിക്കലും തന്നെ മൊബൈൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.